അല്ല, നമ്മളെക്കാൾ മോശപ്പെട്ട ആരെങ്കിലും ഉണ്ടാകുമോ? കേട്ടോളി, ഇമാം കല്ലൂബി ഉദ്ധരിക്കുന്ന ചരിത്രത്തിൽ കാണാം, നമ്മളെക്കാളും മോശപ്പെട്ട ആൾക്കാർ ആരെങ്കിലും ഉണ്ടാകുമോ? അപ്പൊ ഇബ്ലീസ് പറഞ്ഞു, ഉണ്ട്. അതിൽ നമ്മൾ ആരും പെടരുത്, അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. സമൂഹത്തിൽ ആ വിധം തണ്ടിൽ നിൽക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. നിസ്കാരമുണ്ടോ? നിസ്കാരമുണ്ട്. നോമ്പുണ്ടോ? നോമ്പുണ്ട്. ഹജ്ജോ? ഹജ്ജും ഉണ്ട്. സക്കാത്തോ? അതൊക്കെ ഇഷ്ടം പോലെ. പിന്നെ പെങ്ങളോടും ഉണ്ടൂല. എന്തേ? എന്തോ ഒരു പ്രശ്നം മുമ്പുണ്ടായിട്ട്. ആർക്കാ പ്രശ്നമില്ലാത്ത? എന്നിട്ട് ആ പെങ്ങള് വന്ന്, അല്ല റജബും ഷാബാനൊക്കെ അല്ലേ വരുന്നത്, റമദാനൊക്കെ അല്ലേ, അതിനെന്താ എനിക്ക് നോമ്പോറ്റുകൊണ്ട് വരുമ്പോ? അല്ല, ഞാനേ നമ്മളാ പഴയ കാര്യം എന്ന് പറഞ്ഞു. അതും പറഞ്ഞ് ഇപ്പൊ അടി ചവിട്ടണ്ട. വെക്കോ, മുത്തക്കിയാകോ? മുത്തക്കിയായ മനുഷ്യനാകണ്ടേ? അതിന് ആ നിലവാരം കുറച്ച് താഴെ. അവിടെയാണ് മഹത്തുക്കളൊക്കെ ഏറ്റവും വലിയ ആത്മീയ വിശുദ്ധി കാണിച്ചു തന്നത്. സഹോദരങ്ങളെ, ചാബല്യങ്ങളുണ്ടാകും, സഹിക്കാൻ കഴിയാത്തതും വരാം. ഉസ്താദെ, വിട്ടു പുറത്തു കൊടുക്കാൻ കഴിയാത്ത ഏതെങ്കിലും ഒന്നും പറയാൻ പറ്റും? ഒന്നില്ല. മനുഷ്യ സഹജമായിട്ടുണ്ടാകുന്ന വിഷയങ്ങളിൽ അങ്ങനെയാണെങ്കിൽ ഒരിക്കലും പൊരുത്തപ്പെട്ട് കൊടുക്കരുതായിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂജഹലിന്റെ മകൻ ഇക്രിമക്ക്.